Let me ask you a question, dear friends. നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ സംസാര രീതി മാറ്റിയിട്ടുണ്ടോ? നിങ്ങളുടെ നിറം, രൂപം, ഭാഷ ഇതൊക്കെ കൊണ്ട് ആരെങ്കിലും നിങ്ങളെ അവരിൽ നിന്ന് വ്യത്യസ്തനായി എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? നീ ഇവിടെ പറ്റിയ ആളല്ല എന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും നിങ്ങളുടെ മനസ്സ്? ഒരുപാട് പേർക്ക് ജീവിതം ഒരു പരീക്ഷ പേപ്പർ പോലെയാണ്. അവിടെ മാർക്കിടുന്നത് നിങ്ങളുടെ കഴിവ് നോക്കിയിട്ടല്ല, നേരെ മറിച്ച് നിങ്ങളുടെ നിറത്തിനാണ്, നിങ്ങളുടെ രാജ്യത്തിനാണ്, നിങ്ങളുടെ പേരിനാണ്. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന കഥ അതേപോലെ വർണ്ണവിവേചനം നേരിടുന്ന ഒരു സ്ത്രീയുടെ കഥയാണ്. അവൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, യോഗ്യതയുള്ളവൾ, പക്ഷേ അവൾക്ക് ജോലി കിട്ടുന്നില്ല. കാരണം അവൾ അവിടുത്തെ ആളല്ല. ഒരു രാജ്യം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുമ്പോൾ അതേ രാജ്യത്ത് ചിലർക്ക് അവസരം നിഷേധിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യങ്ങളൊക്കെയാണ് ഇന്നത്തെ കഥയിലൂടെ കഥാകൃത്ത് ഉയർത്തുന്നത്. ഇന്ന് നാം പഠിക്കുന്നത് ഒരു കഥ മാത്രമല്ല, ഒരു മനസ്സുകൂടിയാണ്. ഒരു പ്രതിഷേധം നമ്മളിന്ന് കാണും. ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ വേദന നമ്മുടെ വേദനയായി മാറും. ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ വിത്ത് ടുഡേയ്സ് ലെസൺ. നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ സോങ്സ് ഓഫ് ദ സെൽഫ് എന്ന യൂണിറ്റ് 5-ലെ ഫത്തൗ ഡിയോം എഴുതിയ പ്രിഫറൻസ് നാഷണാലെ എന്ന രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പ്രിയ സുഹൃത്തുക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. കഥയുടെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 1. വംശീയ വിവേചനം. 2. ദേശീയതയുടെ പേരിലുള്ള അനീതി. 3. കോളനിവൽക്കരണത്തിനെതിരെയുള്ള വിമർശനം. 4. വ്യക്തിത്വ സംഘർഷം. 5. ആത്മാഭിമാനം. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. Have you ever shaped your words, your mannerisms, your very self to fit into a place that sees you as different? നിങ്ങളെ വ്യത്യസ്തനായി കാണുന്ന ഒരു സമൂഹത്തിൽ ഇഴുകിച്ചേർന്ന് ജീവിക്കാൻ നിങ്ങൾ നിങ്ങളുടെ പെരുമാറ്റവും സംസാര ശൈലിയും എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടോ? What does it mean to belong when the world around you constantly reminds you that you don't? ചുറ്റുമുള്ള ലോകം നിന്റെ ഇടം ഇതല്ല എന്ന് നിരന്തരം ഓർമ്മിപ്പിക്കുമ്പോൾ ഇവിടുത്തെ ആളാവുക എന്നതിന് എന്താണ് അർത്ഥം? ലെറ്റ്സ് റീഡ് എ സ്റ്റോറി ബൈ ഫത്തൗ ഡിയോം ദാറ്റ് ലേസ് ബെയർ ദ സ്ട്രഗിൾ ഓഫ് ഐഡൻറ്റിറ്റി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മൈഗ്രേഷൻ. കുടിയേറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആളുകൾ അനുഭവിക്കുന്ന വ്യക്തിത്വ സംഘർഷം തുറന്നു കാണിക്കുന്ന ഫത്തൗ ഡിയോം എഴുതിയ ഈ കഥ നമുക്ക് വായിക്കാം. ലേസ് ബെയർ എന്ന് പറഞ്ഞാൽ ടു റിവീൽ സംതിങ് കംപ്ലീറ്റ്ലി, അല്ലെങ്കിൽ to expose the truth without hiding anything. About the author, Fatou Diom, 1968, is a French Senegalese writer. ഫ്രഞ്ച് സെനഗലീസ് എഴുത്തുകാരിയായ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഫത്തൗ ഡിയോം ജനിച്ചത് 1968-ലാണ്. ഷി വാസ് ബോൺ ഇൻ നിയോഡിയോർ, സെനഗൽ. അവൾ സെനഗലിലെ നിയോഡിയോറിലാണ് ജനിച്ചത്. Diom published a collection of short stories, La Préférence Nationale, in 2001. 2001 അവൾ La Préférence Nationale എന്ന കഥാസമാഹാരം പ്രസിദ്ധീകരിച്ചു. Her first novel, The Belly of the Atlantic, became a bestseller. അവളുടെ ആദ്യ നോവലായ The Belly of Atlantic ഒരു ബെസ്റ്റ് സെല്ലർ ആയിരുന്നു. Self determination, exile and ostracism are her main themes. അതായത് ഉറച്ച സ്വയം തീരുമാനം, പ്രവാസം, ഒറ്റപ്പെടുത്തൽ എന്നിവയാണ് അവരുടെ എഴുത്തിൻ്റെ പ്രധാന വിഷയങ്ങൾ. ഓസ്ട്രസിസം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുത്തൽ എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ഈ കഥയുടെ ടൈറ്റിൽ കൊണ്ട് കഥാകൃത്ത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പ്രിഫറൻസ് നാഷണാലെ, അങ്ങനെയാണ് അതിൻ്റെ ടൈറ്റിൽ. ഇറ്റ്സ് എ പൊളിറ്റിക്കലി ലോഡഡ് ഫ്രേസ്. ഇതൊരു ഫ്രഞ്ച് വാക്കാണ്. പ്രിഫറൻസ് നാഷണാലെ അതായത് ഫ്രാൻസിൽ ഒരുപാട് കുടിയേറ്റക്കാർ വന്നുകൊണ്ടിരിക്കുന്ന കാലം. അവിടുത്തുകാർ ഈ വിദേശീയരെ രണ്ടാം കിട പൗരന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മുടെ കഥാകൃത്ത് ഫത്തൗ ഡിയോം കടുത്ത വർണ്ണവിവേചനമാണ് അവിടെ നേരിടുന്നത്. അതിനെ മൂർച്ച കൂട്ടുന്ന തരത്തിലുള്ള പല നിയമങ്ങളും അവിടെ നടപ്പിൽ വരുത്തുന്നു. അതിലൊന്നാണ് പ്രിഫറൻസ് നാഷണാലെ, അതായത് തദ്ദേശീയർക്ക് മാത്രം ആനുകൂല്യങ്ങൾ നൽകണമെന്ന ഒരു രാഷ്ട്രീയ ആശയം സൂചിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. So here we are starting with the actual story. The law changed very quietly thanks to Mr. Borders. നിയമം വളരെ ശാന്തമായി മാറ്റപ്പെട്ടു. Here Mr. Borders is the symbol of national boundaries. അതായത് രാജ്യ അതിർത്തികളെ ഒരു വ്യക്തിയായി കണ്ടുകൊണ്ട് അതിനെ സിംബലൈസ് ചെയ്ത്
വിളിക്കുന്ന പേരാണ് മിസ്റ്റർ ബോറസ്. ഇഫ് യു ആർ മാരിഡ് ടു എ ഫ്രഞ്ച് സിറ്റിസൺ, ഇറ്റ് വിൽ നൗ ടേക്ക് 2 years for you to claim the benefit of citizenship. ഒരു ഫ്രഞ്ച് പൗരനുമായി വിവാഹം കഴിച്ചാലും 2 വർഷം കഴിഞ്ഞേ നിങ്ങൾക്ക് പൗരത്വം ലഭിക്കും. By this delay, Mr. Boras is relying on the nature of his countrymen to break up the relationship. ഈ വൈകിപ്പിക്കൽ വിവാഹം തകർന്നു പോകുമെന്ന പ്രതീക്ഷയിലാണ്. Then, as the ex-wife of Frenchmen, the foreign woman becomes no more than an ex-object. വിവാഹബന്ധം തകർന്ന വിദേശ വനിതയെ ഒരു ഉപേക്ഷിക്കപ്പെട്ട വസ്തുവായി കാണുന്നു. And as with any object, she has no rights, not even the right to earn an honest living. അവൾക്ക് അവകാശങ്ങൾ ഒന്നുമില്ല. അവിടെ ജോലി ചെയ്യാനുള്ള അവകാശം പോലും അവൾക്ക് ഇല്ലാതെയാവുന്നു. They won't give me citizenship, but my Senegalese cat has his papers. Perhaps it's because he is ginger. എനിക്ക് പൗരത്വമില്ല, പക്ഷേ എൻ്റെ പൂച്ചയ്ക്ക് അതിൻ്റെ രേഖകളുണ്ട്. ഒരുപക്ഷെ അവന് തൊലിവെളുപ്പുള്ളത് കൊണ്ടാവാം അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കാലതാമസം കൂടാതെ ലഭിച്ചത് എന്ന് ഒരു ശക്തമായ പരിഹാസമാണ് കഥാകൃത്ത് ഇവിടെ നടത്തുന്നത്. അതായത് സ്കിൻ കളർ സറ്റയർ. Laws only gather pace when ordinary people start applying them. ഏതൊരു നാട്ടിലും അവിടുത്തെ സാധാരണ ജനങ്ങൾ നിയമം നടപ്പിലാക്കി തുടങ്ങുമ്പോഴാണ് അതിന് ശക്തി ലഭിക്കുന്നത്. Termites can cause the collapse of African mahogany trees, and the size of an anthill depends on the number of worker ants. ചെറിയ ചിതലുകൾക്ക് വലിയ ആഫ്രിക്കൻ മഹാഗനി മരങ്ങളെ പോലും തകർക്കാനാവും. ഉറുമ്പിൻ കൂടിൻ്റെ വലിപ്പം അതിനുള്ളിലെ ജോലിക്കാരായ ഉറുമ്പുകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. It is thus the small employers who make the policy of preference nationale effective. ചെറിയ തൊഴിലുടമകളാണ് പ്രിഫറൻസ് നാഷണാലെ എന്ന ഈ വിവേചന നിയമം നടപ്പിലാക്കുന്നത്. I was looking for a job in one of the free papers and came across this ad. സൗജന്യമായി ലഭിക്കുന്ന ഒരു പത്രത്തിലൂടെ ഞാൻ എവിടെയെങ്കിലും ജോലി ഒഴിവുകളുണ്ടോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പരസ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. A large bakery in the city center looking for a sales girl. Dialect desirable. Please come to the shop. നഗരത്തിലെ ഒരു വലിയ ബേക്കറിയിൽ ജോലി ഒഴിവ്. ഡയലക്ട് ഡിസൈറബിൾ എന്ന് പറഞ്ഞാൽ നോയിങ് ദ ലോക്കൽ റീജിയണൽ ലാംഗ്വേജസ് പ്രിഫേർഡ്. ബേക്കറിയിൽ ജോലി ചെയ്യാൻ അപേക്ഷിക്കുന്നവർക്ക് ആ പ്രദേശത്തെ പ്രാദേശിക ഭാഷ അൽസേഷ്യൻ ഡയലക്ട് അറിയുന്നത് നന്നായിരിക്കും എന്നതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഒരു വിവേചനത്തിൻ്റെ മാർഗമായി ഇവിടെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ കഥാകൃത്തിന് ജോലി നിഷേധിക്കാൻ ഇതൊരു കാരണമാക്കുന്നു. I wrote down the address and told a French friend about it on the phone that evening. ആ ബേക്കറിയുടെ അഡ്രസ്സ് എഴുതിയെടുത്തിട്ട് വൈകിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രഞ്ച് സുഹൃത്തിനോട് ഇക്കാര്യത്തെപ്പറ്റി പറഞ്ഞു. Are you nuts? She protested. സുഹൃത്തുക്കൾ തമ്മിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻഫോർമൽ എക്സ്പ്രഷനാണ് ഇത്. സുഹൃത്ത് ചോദിക്കുന്നു, നിനക്കെന്താ ഭ്രാന്താണോ? You could do better than that. I have the same qualifications as you and I am finishing my teacher training. നിനക്കിതിലും മെച്ചപ്പെട്ട ഒരു ജോലി കണ്ടെത്താൻ തീർച്ചയായും കഴിയും. എനിക്കും നിനക്കും ഒരേ വിദ്യാഭ്യാസ യോഗ്യതയാണുള്ളത്. എനിക്ക് എൻ്റെ ടീച്ചർ ട്രെയിനിങ് ഏതാണ്ട് കഴിയാറായി. You will be bored selling bread and pastries all day. ആ ബേക്കറി ജോലിയിൽ ദിവസം മുഴുവൻ ബ്രെഡും പേസ്ട്രീസും വിറ്റിരിക്കുന്നത് നിനക്ക് മടുപ്പുളവാക്കും. I would be happy to do something else, I replied. എന്ത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറാണ്. My qualifications may be French, Siji, but my brain isn't recognized as such and so is not allowed to function. എൻ്റെ ക്വാളിഫിക്കേഷൻ ഫ്രഞ്ച് ആയിരിക്കാം, പക്ഷേ എൻ്റെ തലച്ചോറിനെ ഇതുവരെ ആ രീതിയിൽ അംഗീകരിച്ചിട്ടില്ല. ആയതിനാൽ തന്നെ അതിന് ആ രീതിയിൽ പ്രവർത്തിക്കാനും കഴിയുന്നില്ല. ഇവിടെ കഥാകൃത്ത് പറയുന്നത് അവൾ ആ നാട്ടിൽ നേരിടുന്ന വിവേചനത്തെ പറ്റിയാണ്. അവൾ ഫ്രാൻസിൽ പഠിച്ചു, അവൾക്ക് ഫ്രഞ്ച് ഡിഗ്രി ഉണ്ട്, പക്ഷേ സമൂഹം അവളെ ഫ്രഞ്ചുകാരിയായി ഇന്നും കണ്ടിട്ടില്ല. കാരണം അവളുടെ നിറവും വംശപരമ്പരയുമാണ്. അതായത് അവളുടെ കഴിവിനെ അവിടെ ആരും അംഗീകരിക്കുന്നില്ല എന്നാണ് അർത്ഥം. ആൻഡ് ഇൻ മീൻ ടൈം ഐ ഹാവ് ടു ഈറ്റ്. അറ്റ്ലീസ്റ്റ് സെല്ലിംഗ് ബ്രെഡ് ഐ വോണ്ട് സ്റ്റാർവ്. എനിക്കും ജീവിക്കണം. ആയതിനാൽ ഏത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറാണ്. കുറഞ്ഞപക്ഷം പട്ടിണി കിടക്കാതെങ്കിലും ഇരിക്കാമല്ലോ. ബട്ട് ദിസ് ഈസ് റെഡിക്കുലസ്, ഷീ സെഡ്. ഐ എം ഷുവർ യു ക്യാൻ ഫൈൻഡ് സംതിങ് എൽസ്. ഇത് തികച്ചും അസംബന്ധമാണ്, സുഹൃത്ത് പറയുകയാണ്. നിനക്കിതിനേക്കാൾ നല്ലൊരു ജോലി തീർച്ചയായും കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. I had heard such comments 100 times. My French friends had no awareness of what life here was like for me.
ഞാൻ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ എത്രയോ തവണ കേട്ടിരിക്കുന്നു. ഇവിടെ എൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് എൻ്റെ ഫ്രഞ്ച് സുഹൃത്തുക്കൾക്ക് യാതൊരു ധാരണയുമില്ല. ഇവിടെ കഥാകൃത്ത് പറയുന്നത് സുഹൃത്തുക്കൾ നല്ല മനസ്സുള്ളവരാണ്, പക്ഷേ അവർക്ക് അവളുടെ ജീവിത യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അവൾ നേരിടുന്ന വംശീയ വിവേചനം അവർ അനുഭവിച്ചിട്ടില്ല. ആയതിനാൽ അവർക്ക് അവളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ ഒരിക്കലും കഴിയുകയുമില്ല. ഈ വരികൾ നമ്മോട് പറയുന്നത് പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാം എളുപ്പമെന്ന് നമുക്ക് തോന്നിയേക്കാം, പക്ഷേ ഓരോ ജീവിതവും അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാവുകയുള്ളൂ. വിവേചനം നേരിടാത്തവർക്ക് അതിൻ്റെ കഠിനത ഒരിക്കലും മനസ്സിലാവണമെന്നില്ല. The next morning, I went to the bakery. Apart from the chocolate cake, everything was white. അടുത്ത ദിവസം രാവിലെ തന്നെ ഞാൻ ആ ബേക്കറിയിലേക്ക് പോയി. അവിടെ ചോക്ലേറ്റ് കേക്കുകൾ ഒഴികെ അവിടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാം വെളുത്ത നിറത്തിലുള്ളതായിരുന്നു. ഈ വരികൾ വെറും നിറത്തെക്കുറിച്ച് മാത്രമല്ല പരാമർശിക്കുന്നത്. സിംബോളിസം എന്ന ലിറ്റററി ഡിവൈസ് ആണ് ഇവിടെ കഥാകൃത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. This line symbolically shows racial discrimination. The dominance of white suggests a society that favors white people, while the narrator feels isolated like the only chocolate among them. ഇവിടെ വൈറ്റ് എന്നത് ഒരു സിംബലാണ്, അല്ലെങ്കിൽ ഒരു പ്രതീകമാണ്. വെളുത്ത നിറം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂറോപ്യൻ സമൂഹത്തെ ഒന്നാകെയാണ്. ചോക്ലേറ്റ് കേക്ക് എന്ന് പറഞ്ഞാലോ കറുത്ത നിറം കഥാകൃത്തിനെ സൂചിപ്പിക്കുന്നു. അവൾ ആ സമൂഹത്തിൽ ഒറ്റപ്പെട്ട ഒരാളായിട്ടാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വരി ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് കഥയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതീകാത്മകമായ വരിയാണ്. The boss welcomed me with a German moustache, an Alsace accent and a hat in the colors of the French flag. ആ ബേക്കറി ഉടമ ജർമ്മൻ ശൈലിയിലുള്ള മീശയോടെയും അൽഷാസ് ഉച്ചാരണ ശൈലിയോടെയും ഫ്രഞ്ച് പതാകയുടെ നിറങ്ങളുള്ള തൊപ്പി അണിഞ്ഞും എന്നെ സ്വീകരിച്ചു. ഈ വരി വെറുമൊരു രൂപവിവരണം മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ള പല അർത്ഥസൂചനകൾ ഈ വരിയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ജർമ്മൻ മുസ്റ്റാഷ് എന്ന് പറയുമ്പോൾ തന്നെ അതിരുകൾക്കും ശക്തമായ ദേശീയതയുടെയും സൂചനയാണ് അവിടെ നൽകുന്നത്. അൽഷേസ് ആക്സെൻ്റ് എന്ന് പറയുമ്പോൾ അത് അൽസാസ് പ്രദേശം, ഫ്രാൻസ് ജർമ്മനി അതിർത്തി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പ്രാദേശിക ഭാഷാ ചുവയാണ് അത് കാണിക്കുന്നത്. ഫ്രഞ്ച് ഫ്ലാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വീണ്ടും ശക്തമായ ദേശീയതയുടെ ഒരു പ്രതീകമായിട്ടാണ്. ഇതിലൂടെ നമ്മുടെ എഴുത്തുകാരി ആ ബേക്കറി ഉടമയെ അവതരിപ്പിക്കുന്നത് ദേശീയതയോട് ശക്തമായ ചായ്വുള്ള ഒരാളായിട്ടാണ്. ഫ്രഞ്ച് ഐഡൻറ്റിറ്റി വളരെയധികം പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ഇതിന് പിന്നാലെ അവൾ നേരിടുന്ന വിവേചനത്തിന് ഇത് ഒരു മുൻസൂചനയായി നിലനിൽക്കുന്നു. From the way he stared at me, I knew I hadn't made it through the qualifying round. Stare എന്ന് പറഞ്ഞാൽ തുറിച്ചു നോക്കുക എന്നാണ് അർത്ഥം. ആ ബേക്കറിയുടെ എന്നെ നോക്കിയ രീതിയിൽ നിന്ന് തന്നെ ഞാൻ പ്രാഥമിക ഘട്ടം പോലും കടന്നു പോകില്ലെന്ന് എനിക്ക് ഉറപ്പായി. This line shows that the narrator understood from the employer's stare that she was rejected even before the proper evaluation. It highlights the racial discrimination based on appearance rather than merit. ഇവിടെ അവൻ ഒരു വാക്ക് പോലും പറഞ്ഞില്ല, പക്ഷേ അവൻ്റെ നോട്ടത്തിലൂടെ തന്നെ അവൾക്ക് ഫലം മനസ്സിലായി. ഇത് എന്താണ് സൂചിപ്പിക്കുന്നത്? അവളുടെ യോഗ്യത നോക്കിയല്ല ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്, മറിച്ച് അവളുടെ രൂപവും നിറവും നോക്കിയാണ് അത് സംഭവിക്കാൻ പോകുന്നത് എന്നാണ്. This man didn't like chocolate in the flesh. I forced myself to smile and said, "Hello, sir. I have come for the job you advertised." ചോക്ലേറ്റ് ഇൻ ദ ഫ്ലെഷ് എന്നത് ഒരു ശക്തമായ മെറ്റഫർ അല്ലെങ്കിൽ ഉപമയാണ്. ചോക്ലേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കറുത്ത നിറത്തെയാണ്. അതായത് ആ ബേക്കറി ഉടമയ്ക്ക് ചോക്ലേറ്റിന് തുല്യമായ അവളുടെ നിറം കാരണം അവളെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇതും തുറന്ന വംശീയ വിവേചനമാണ്. This line clearly shows racial discrimination. The word chocolate metaphorically refers to the narrator's dark skin. Despite knowing the employer's prejudice, she remains polite and composed. I forced myself to smile. അവൾക്ക് ഉള്ളിൽ വേദനയും അപമാനവും ഉണ്ടായിരുന്നു, പക്ഷേ അവൾ അത് മറിച്ച് വിനീതമായിട്ട് പെരുമാറി. ഇത് അവളുടെ ആത്മനിയന്ത്രണവും സഹനവും കാണിക്കുന്നു. He shook his head and said, "Oh, speak a little Alsatian. Do you?" ആ ബേക്കറി ഉടമ തലയൊന്ന് കുലുക്കി. "നിനക്ക് കുറച്ച് അൽസേഷ്യൻ ഭാഷ സംസാരിക്കാമോ?" എന്ന് ചോദിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവൻ ജോലി കൊടുക്കില്ല എന്ന് ഡയറക്റ്റായി പറഞ്ഞില്ല, പക്ഷേ ഡയലക്ട് ഡിസൈറബിൾ എന്ന പരസ്യവാചകം ജോലി നിഷേധിക്കുന്നതിന് ഒരു കാരണമായി ഇവിടെ ഉപയോഗിക്കുകയാണ്. അവളുടെ നിറം കണ്ട ശേഷം അവളെ ഒഴിവാക്കാനുള്ള മാർഗം ഡയലക്ട് ഡിസൈറബിൾ എന്ന വാചകത്തിൽ അയാൾ തേടുകയാണ്. This is an indirect rejection. It's true that the ad had said dialect desirable, but I had come with mine rather than his.
ആ പരസ്യത്തിൽ പ്രാദേശിക ഭാഷ അറിയുന്നത് അഭിലഷണീയമെന്ന് പറഞ്ഞിരുന്നു എന്നത് ശരിയാണ്, പക്ഷേ ഞാൻ വന്നത് എൻ്റെ സ്വന്തം പ്രാദേശിക ഭാഷയോടെയാണ്, അയാളുടേതും കൊണ്ടല്ല എന്നാണ് കഥാകൃത്ത് പറയുന്നത്. ദിസ് ലൈൻ ഷോസ് ദാറ്റ് although the advertisement mentioned dialect desirable, the narrator had her own language and identity. It highlights the cultural conflict and the pressure to abandon one's identity to fit into society. ഇവിടെ ഫത്തോ ദിയോം പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു ആശയമാണ്. അവൾക്ക് ഫ്രഞ്ച് ഭാഷ അറിയാം, അതിനെപ്പറ്റിയുള്ള ഉത്തമ ബോധ്യവുമുണ്ട്. പക്ഷേ ജോലി നേടാൻ അവൾക്ക് മറ്റൊരു പ്രാദേശിക ഭാഷ അറിയേണ്ടതായി വരുന്നു. ഇത് ഒരു ഐഡൻറ്റിറ്റി കോൺഫ്ലിക്റ്റ് ആണ്. അതായത് സമൂഹം അവളോട് പറയുന്നത് നിന്റെ ബോധ്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് നീ ഞങ്ങളിൽ ഒരാളായി മാറണമെന്നാണ്.